ഇന്നവേറ്റീവ് PSC ട്യൂട്ടറിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ 10th പ്രിലിംസ് സ്റ്റേജ് 1ലെ അടുത്ത 20 ക്വസ്റ്റ്യനും അതിൻ്റെ റിലേറ്റീവ് ഫാക്റ്റുമാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അടുത്ത ഘട്ടം എക്സാം എഴുതുന്നവർ എന്തായാലും മുഴുവനായി കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. വീഡിയോ ഉപകാരമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: 1957 കേരള സർവകലാശാലയായി മാറിയ തിരുവിതാംകൂർ സർവകലാശാല രൂപം കൊണ്ടത്? ആൻസർ ഓപ്ഷൻ എ 1937. തിരുവിതാംകൂർ സർവകലാശാല സ്ഥാപിച്ചത് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ കാലഘട്ടം 1931 മുതൽ 1947 വരെയാണ്. അദ്ദേഹത്തിൻ്റെ കാലത്ത് തന്നെയാണ് ക്ഷേത്രപ്രവേശന വിളംബരം നടന്നിട്ടുള്ളത്. അതുപോലെ വധശിക്ഷ നിർത്തലാക്കിയ തിരുവിതാംകൂർ ഭരണാധികാരിയും ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. 1938 ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ കാലഘട്ടത്തിൽ തന്നെയാണ് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസും ആരംഭിച്ചത്. KSRTC ആരംഭിച്ചത് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ കാലത്താണ്. തിരുവിതാംകൂറിൽ പ്രായപൂർത്തി വോട്ടവകാശം ഏർപ്പെടുത്തിയ ഭരണാധികാരിയും ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. അതുപോലെ തന്നെ തിരുവിതാംകൂറിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ സ്ഥാപിച്ച രാജാവും ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. 1936 തിരുവിതാംകൂറിൽ ഭൂപണയ ബാങ്ക് സ്ഥാപിച്ച രാജാവും ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. 1932. അതുപോലെ കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ പ്രവർത്തനം ആരംഭിച്ചതും ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ കാലഘട്ടത്താണ്. 1940. തിരുവനന്തപുരത്ത് റേഡിയോ നിലയം സ്ഥാപിച്ചപ്പോഴുണ്ടായിരുന്ന ഭരണാധികാരിയും ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. 1943 റേഡിയോ നിലയം സ്ഥാപിച്ചിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ: താഴെ പറയുന്നവയിൽ ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി ഉയർത്തിയത്? ആൻസർ ഓപ്ഷൻ സി ക്വിറ്റ് ഇന്ത്യ സമരം. 1942 ഓഗസ്റ്റ് 8 ബോംബെയിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ ഗാന്ധിജി ജനങ്ങളോട് പറഞ്ഞ വാക്കുകളാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാന ബഹുജന സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം. അതിന് മുമ്പേയുള്ള 2 സമരങ്ങളാണ് നിസ്സഹകരണ പ്രസ്ഥാനവും സിവിൽ നിയമലംഘന പ്രസ്ഥാനവും. ക്രിപ്സ് മിഷന്റെ പരാജയത്തെ തുടർന്ന് കോൺഗ്രസ് ആരംഭിച്ച സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയത് ബോംബെയിലെ ഗോവാലിയ ടാങ്ക് മൈതാനത്തിൽ വെച്ചിട്ടാണ്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് നെഹ്റുവാണ്. ക്വിറ്റ് ഇന്ത്യ എന്ന വാക്കിന് രൂപം നൽകിയത് യൂസഫ് മെഹ്റലിയാണ്. ക്വിറ്റ് ഇന്ത്യ ദിനമായിട്ട് ആചരിക്കുന്നത് ആഗസ്റ്റ് 9. കാരണം ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിക്കുന്ന ദിവസം 1942 ആഗസ്റ്റ് 9. ഇങ്ങനെയാണ് പറയുന്നത്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് 1942 ആഗസ്റ്റ് 8. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ച ദിവസം 1942 ആഗസ്റ്റ് 9. ക്വിറ്റ് ഇന്ത്യ ദിവസമായിട്ട് ആചരിക്കുന്നത് ഓഗസ്റ്റ് 9. ക്വിറ്റ് ഇന്ത്യ സമര നായകൻ ജയപ്രകാശ് നാരായണനും ക്വിറ്റ് ഇന്ത്യ സമര നായിക അരുണ അസഫലിയുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ: താഴെ പറയുന്ന കൃതികളിൽ ശ്രീനാരായണ ഗുരുവിൻ്റേതല്ലാത്ത കൃതി ഏത്? ആൻസർ ഓപ്ഷൻ ബി വേദാധികാര നിരൂപണം. വേദാധികാര നിരൂപണം ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ്. അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികൾ ഏതൊക്കെയാണ്? ദേവദശകം, നവമഞ്ജരി, ദർശനമാല, ആത്മോപദേശ ശതകം, വിനായകാഷ്ടകം, ജനനീ നവരത്നമഞ്ജരി, ജീവകാരുണ്യ പഞ്ചകം, അനുകമ്പാദശകം, ചിഞ്ചടചിത്തനം, കുണ്ടലിനിപ്പാട്ട്, കാളി നാടകം, ശ്രീകൃഷ്ണ ദർശനം, ദർശനമാല, നിർവൃതി പഞ്ചകം, അദ്വൈത ദീപിക, അറിവ്, ജാതിലക്ഷണം, ശിവശതകം, ജ്ഞാനദർശനം, ചിദംബരാഷ്ടകം, ഇന്ദ്രിയ വൈരാഗ്യം. അതുപോലെ
ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ രചനയാണ് ഗജേന്ദ്ര മോക്ഷം വഞ്ചിപ്പാട്ട്. ആത്മോപദേശ ശതകം രചിക്കപ്പെട്ട വർഷം 1897. ശ്രീനാരായണ ഗുരു തമിഴിൽ എഴുതിയ കൃതിയാണ് തേവാര പതികങ്ങൾ. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവിനെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ വിദ്യാഭ്യാസ ദിനമായ നവംബർ 11 താഴെ പറയുന്നവരിൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ ബി, മൗലാന അബ്ദുൽ കലാം ആസാദ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. മക്കയിൽ ജനിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് അബ്ദുൽ കലാം ആസാദ്. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്നത് മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ആത്മകഥയാണ്. ആസാദ് എന്ന തൂലികാനാമത്തിൽ എഴുതിയിരുന്നത് മൗലാന അബ്ദുൽ കലാം ആസാദാണ്. മൗലാന അബ്ദുൽ കലാം ആസാദ് ആരംഭിച്ച പ്രസിദ്ധീകരണങ്ങളാണ് അൽ ഹിലാൽ ഉറുദു ഭാഷയിലാണ്, അൽ ബലാഗും. എനിക്ക് ഒരു കൾച്ചറേ അറിയൂ, അത് അഗ്രികൾച്ചർ ആണെന്ന് അഭിപ്രായപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ. അഖിലേന്ത്യാ സർവീസിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലിനെയാണ്. ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് മുൻകൈയെടുത്ത വ്യക്തിയും സർദാർ വല്ലഭായ് പട്ടേലാണ്. 1928 ഭൂനികുതി വർധനവിനെതിരെ ഗുജറാത്തിലെ കർഷകർ നടത്തിയ കലാപമായ ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ. ഇതിൻ്റെ ഭാഗമായി വല്ലഭായ് പട്ടേലിന് സർദാർ എന്ന ബഹുമതി നൽകിയത് ഗാന്ധിജിയാണ്. ഇന്ത്യയുടെ പ്രഥമ രാഷ്ട്രപതിയാണ് രാജേന്ദ്ര പ്രസാദ്. 2 പ്രാവശ്യം രാഷ്ട്രപതിയായ ഏക വ്യക്തിയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്നതും ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെയാണ്. ഇന്ത്യ ഡിവൈഡ്സ്, ചമ്പാരൻ സത്യാഗ്രഹം എന്നിവ രചിച്ചത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതിയായിരുന്നതും ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. കേരള നിയമസഭയിൽ ചിത്രം അനാച്ഛാദനം ചെയ്യപ്പെട്ട ആദ്യ പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. 1961 ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ആദ്യ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർത്തത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ഭാരതരത്നം നേടിയ ആദ്യ രാഷ്ട്രപതി 1962 ഇദ്ദേഹത്തിന് ഭാരതരത്നം ലഭിച്ചിട്ടുള്ളത്. രാജേന്ദ്ര പ്രസാദിൻ്റെ ആത്മകഥയാണ് ആത്മകഥ. 1946 ഇത് എഴുതിയിട്ടുള്ളത്. ദേശ് എന്ന ഹിന്ദി വാരികയുടെ സ്ഥാപകനും രാജേന്ദ്ര പ്രസാദാണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം മഹാപ്രയാൺഘട്ട്, പാറ്റ്നയിലുള്ള മഹാപ്രയാൺഘട്ടിലാണ്. ഇന്ത്യയുടെ 2ാമത്തെ രാഷ്ട്രപതിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഇന്ത്യയുടെ ആദ്യ ഉപരാഷ്ട്രപതിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യ രാഷ്ട്രപതിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഭരണഘടനാ പദവിയിലിരിക്കെ ഭാരതരത്നം നേടിയ ആദ്യ വ്യക്തിയും ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. 1954 അദ്ദേഹത്തിന് ഭാരതരത്നം ലഭിച്ചിട്ടുള്ളത്. തത്വചിന്തകനായ രാഷ്ട്രപതി എന്നറിയപ്പെടുന്നതും ഡോക്ടർ എസ് രാധാകൃഷ്ണനെയാണ്. രാജ്യസഭയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെയാണ്. ഇങ്ങനെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. വൈസ് പ്രസിഡൻ്റായ ശേഷം പ്രസിഡൻ്റായ വ്യക്തിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. 1962 ഒക്ടോബർ 22 ഇന്ത്യയിൽ ആദ്യമായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. 1962 മുതൽ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ ജന്മദിനമായ സെപ്റ്റംബർ 5 ദേശീയ അധ്യാപക ദിനമായിട്ട് ആചരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ നൽകിയിരിക്കുന്ന സാഹിത്യകാരന്മാരിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കാത്ത മലയാള സാഹിത്യകാരൻ? ആൻസർ ഓപ്ഷൻ സി, ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരി. ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച മലയാളികൾ ആരൊക്കെയാണെന്ന് നോക്കാം. നിലവിൽ 6 മലയാളികൾക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ആദ്യം ലഭിച്ചത് 1965 ജി ശങ്കരക്കുറുപ്പിന്. രണ്ടാമത് ലഭിച്ചത് 1980 എസ് കെ പൊറ്റക്കാടിന്. മൂന്നാമത് 1984 തകഴി ശിവശങ്കരപിള്ളക്ക്. നാലാമത് ലഭിച്ചത് 1995 എം ടി വാസുദേവൻ നായരിന്. അഞ്ചാമത് ലഭിച്ചത് 2007 ONV കുറുപ്പിന്. ആറാമത് ലഭിച്ചത് 2019 അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്ക്. നിലവിൽ 2 പേർക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. 58ാമത് ജ്ഞാനപീഠ പുരസ്കാരമാണ് ലഭിച്ചിട്ടുള്ളത്.
ഒന്നാമത്തെ ഗുൽസാർ, ഉറുദു കവിയും ഹിന്ദി ഗാനരചയിതാവുമായിട്ടുള്ള ഗുൽസാറിനാണ്. അദ്ദേഹത്തിന് 2013 ദാദാസാഹിബ് ഫാൽക്കെ അവാർഡും ലഭിച്ചിട്ടുണ്ട്. സ്ലം മില്ലിയനർ എന്ന ചിത്രത്തിൽ ജയ് ഹോ എന്ന ഗാനത്തിൻ്റെ രചയിതാവാണ്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് സബുരൻ സിംഗ് കൽറയാണ്. രണ്ടാമത്തെ വ്യക്തി ജഗദ്ഗുരു രാം ഭദ്രാചാര്യ, ഗിരിധര മിശ്ര എന്നറിയപ്പെടുന്നു. സംസ്കൃത പണ്ഡിതനാണ്, കാഴ്ച പരിമിതനാണ്. നിരവധി കൃതികളും പുരാണങ്ങളും വ്യാഖ്യാനങ്ങളൊക്കെ രചിച്ചിട്ടുണ്ട്. മധ്യപ്രദേശിലെ ചിത്രകൂടിലുള്ള തുളസി വനത്തിൻ്റെ സ്ഥാപകനാണ് അദ്ദേഹം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട കമ്മീഷനുകൾ. ആൻസർ ഓപ്ഷൻ എ 1ഉം 3ഉം ആണ് ശരി. 1 രാധാകൃഷ്ണ കമ്മീഷൻ, 3 കോത്താരി കമ്മീഷൻ. 1948 രാധാകൃഷ്ണ കമ്മീഷനെ നിയമിച്ചിട്ടുള്ളത്. രാധാകൃഷ്ണ കമ്മീഷൻ്റെ ലക്ഷ്യം സർവകലാശാല വിദ്യാഭ്യാസമായിരുന്നു. രാധാകൃഷ്ണ കമ്മീഷൻ മുന്നോട്ട് വെച്ച ശുപാർശകളായിരുന്നു: തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുക, സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുക, യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ അഥവാ UGC രൂപീകരിക്കുക എന്നിവയെല്ലാം. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ് എന്നഭിപ്രായപ്പെട്ട വിദ്യാഭ്യാസ കമ്മീഷനാണ് ഡോക്ടർ DS കോത്താരി കമ്മീഷൻ. DS കോത്താരി കമ്മീഷനെ 1964 നിയമിച്ചത്. വിദ്യാഭ്യാസത്തിന് ദേശീയ മാതൃകയായിരുന്നു കോത്താരി കമ്മീഷൻ്റെ ലക്ഷ്യം. കോത്താരി കമ്മീഷന് ശുപാർശകളായിരുന്നു: 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം, സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കണം, മൂല്യവിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം എന്നിവയെല്ലാം കോത്താരി കമ്മീഷൻ്റെ ശുപാർശകളായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, തേഭാഗ കർഷക തൊഴിലാളി സമരം നടന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ഡി ബംഗാൾ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ്. ആൻസർ ഓപ്ഷൻ സി രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ സാമൂഹിക മതനവീകരണ പ്രസ്ഥാനത്തിൻ്റെ നായകനാണ് രാജാറാം മോഹൻ റോയ്. 1815 രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ച സംഘടനയാണ് ആത്മീയ സഭ. 1928 രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ച സംഘടനയാണ് ബ്രഹ്മസമാജം. സതീ സമ്പ്രദായത്തിനെതിരെ നിയമം പാസാക്കാൻ വില്യം ബെൻഡിക് പ്രഭുവിനെ സഹായിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയുടെ പ്രധാന കൃതികളാണ് ജീസസിൻ്റെ കൽപ്പനകളും തൂഫത്തുൽ മുവാഹിദീനും. രാജാറാം മോഹൻ റോയ് കൊൽക്കത്തയിൽ സ്ഥാപിച്ച കോളേജാണ് വേദാന്ത കോളേജ്. ദേശീയ കാഴ്ചപ്പാടോടുകൂടി പത്രങ്ങൾക്ക് ഇന്ത്യയിൽ തുടക്കം കുറിച്ചത് രാജാറാം മോഹൻ റോയ് ആണ്. അദ്ദേഹം ബംഗാൾ ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് സമ്പാദ് കൗമുദി. എന്നാൽ പേർഷ്യൻ ഭാഷയിൽ പുറത്തിറക്കിയ പത്രമാണ് മിറാത്തുൽ അക്ബർ എന്നത്. ഇവ രണ്ടും സാമൂഹ്യ പരിഷ്കരണം, ദേശീയത, ജനാധിപത്യം തുടങ്ങിയ ആശയങ്ങൾക്കാണ് ഊന്നൽ നൽകിയത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ നൽകിയിട്ടുള്ള സംഭവങ്ങളിൽ തെറ്റായത്. ആൻസർ ഓപ്ഷൻ ഡി കുറിച്യ കലാപം. 1810 1812 കുണ്ട്ര വിളംബരം 1809 ജനുവരി 11, ആറ്റിങ്ങൽ കലാപം 1721 ഏപ്രിൽ 15, കുളച്ചൽ യുദ്ധം 1741 ആഗസ്റ്റ് 10. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ താഴെ പറയുന്നവയിൽ എവിടെയാണ് ഡെൻമാർക്കുകാർ ആധിപത്യം സ്ഥാപിച്ചത്? ആൻസർ ഓപ്ഷൻ ഡി ട്രാങ്കിബാർ. ഫ്രാൻസിൻ്റെ അധീനതയിലുണ്ടായിരുന്ന ഇന്ത്യൻ പ്രദേശങ്ങളാണ് പോണ്ടിച്ചേരി, കാരക്കൽ, മാഹി, യാനം, ചന്ദ്രനഗർ. ഇവ 1954 ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ടത്. അതുപോലെ പോർച്ചുഗലിൻ്റെ കൈവശമുണ്ടായിരുന്ന ഇന്ത്യൻ പ്രദേശങ്ങളാണ് ഗോവയും ദാമനും ദിയും. ഇത് 1961 ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, മൗലിക ചുമതലകളുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏത്?
ആൻസർ ഓപ്ഷൻ ബി 1ഉം 3ഉം. 1950 നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക ചുമതലകളെക്കുറിച്ച് പരാമർശമില്ലായിരുന്നു. 1976 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ പൗരൻ അനുവർത്തിക്കേണ്ട 10 ചുമതലകൾ കൂട്ടിച്ചേർത്തു. എന്നിവ രണ്ടും ശരിയാണ്. സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് മൗലിക കടമകൾ ഭാഗം 4A ആർട്ടിക്കിൾ 51A ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആ സമയത്ത് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു. ഈ മൗലിക കടമകൾ നമ്മൾ എടുത്തിട്ടുള്ളത് റഷ്യൻ ഭരണഘടനയിൽ നിന്നാണ്. തുടക്കത്തിൽ 10 മൗലിക കടമകളെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് നിലവിൽ 11 മൗലിക കടമകളുണ്ട്. 11ാമത്തെ മൗലിക കടമയായിട്ട് കൂട്ടിച്ചേർക്കപ്പെട്ടത് 86-ാം ഭേദഗതി 2002 അത് പ്രകാരം 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കേണ്ടത് രക്ഷിതാക്കളുടെ മൗലിക കടമയാക്കിയിട്ട് കൂട്ടിച്ചേർത്ത് അത് 51A ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ദേശീയ ഗീതവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായവ ഏത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1ഉം 3ഉം ശരി. ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് എഴുതിയത്. ദേശീയ ഗാനത്തോടൊപ്പം തുല്യ പദവിയാണ് ദേശീയ ഗീതത്തിനുള്ളത്. ഹിന്ദി ഭാഷയിലല്ല, ബംഗാളി ഭാഷയിലാണ് ദേശീയ ഗീതം എഴുതിയിട്ടുള്ളത്. ദേശീയ ഗീതവും ദേശീയ ഗാനവും ബംഗാളി ഭാഷയിലാണ് എഴുതിയിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് ശരിയായവ ഏത്? ആൻസർ ഓപ്ഷൻ ബി 1, 2, 4 എന്നിവയാണ് ശരിയായത്. 1993 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് പ്രകാരമാണ് നിലവിൽ വന്നത്. ആദ്യ ചെയർമാൻ രംഗനാഥ മിശ്രയായിരുന്നു. ചെയർമാൻ്റെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. 1993 സെപ്റ്റംബർ 28 ദേശീയ മനുഷ്യാവകാശ നിയമം അനുസരിച്ച് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് 1993 ഒക്ടോബർ 12 ഡിസംബർ 10 ഒക്ടോബർ 12 ഇന്ത്യൻ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടന 25 മുതൽ 28 വരെയുള്ള വകുപ്പുകളിൽ ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തിൽ പെടാത്തതേത്? ആൻസർ ഓപ്ഷൻ ഡി 4 മാത്രമാണ് പെടാത്തത്. ഉൾപ്പെടുന്ന ഏതെല്ലാമെന്ന് നോക്കാം. ഇഷ്ടമുള്ള മതം സ്വീകരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള അവകാശമുണ്ട്. മതസ്ഥാപനങ്ങൾ ഉണ്ടാക്കാനും സ്ഥാവര ജംഗമ സ്വത്തുക്കൾ ആർജിക്കാനുമുള്ള അവകാശമുണ്ട്. ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലും ധനസഹായത്തിലും പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതബോധം നടത്തുന്നത് നിരോധിക്കുന്നു. ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള അവകാശം നൽകുന്ന ആർട്ടിക്കിൾ 30 ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 29. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ വനിതാ മാസിക? ആൻസർ ഓപ്ഷൻ സി കേരളീയ സുഗുണ ബോധിനി. അടുത്ത ക്വസ്റ്റ്യൻ, 2024 ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിയമസഭാ മണ്ഡലങ്ങൾ? ആൻസർ ഓപ്ഷൻ ഡി ചേലക്കര, പാലക്കാട്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്ര? ആൻസർ ഓപ്ഷൻ എ 41. 3 നദികൾ കിഴക്കോട്ടാണ് ഒഴുകുന്നത്. കബനി, ഭവാനി, പാമ്പാർ എന്നിവയാണ് കിഴക്കോട്ടൊഴുകുന്ന 3 നദികൾ. ഇവ കാവേരി നദിയുടെ പോഷക നദിയാണ്. പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും വലുത് പെരിയാറാണ്. 244 കിലോമീറ്ററാണ് പെരിയാറിൻ്റെ നീളം. അടുത്ത ക്വസ്റ്റ്യൻ, 2024 കേരളപ്രഭ പുരസ്കാരത്തിന് അർഹരായവർ? ആൻസർ ഓപ്ഷൻ സി എസ് സോമനാഥ്, ഭുവനേശ്വരി. അടുത്ത ക്വസ്റ്റ്യൻ,
കുറിച്യ ലഹളയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ 2-3 ക്വസ്റ്റ്യൻസ് കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പം അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് പഠിച്ചിട്ട് പോവുക. ഇതിൽ ആൻസർ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. 1, 3, 4 ആണ്. 1812 കുറിച്യ ലഹള ഉണ്ടായത്. പ്രധാന നേതാവ് രാമനമ്പി ആയിരുന്നു. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മലബാറിൽ നടപ്പിലാക്കിയ ജനവിരുദ്ധ നികുതി നയങ്ങൾക്കെതിരെ നടത്തിയ ലഹള. രണ്ടാമത് തെറ്റാൻ കാരണം എന്താണ്? വയനാട് ജില്ലയിലെ കുറിച്യ കുറുമ്പ വിഭാഗത്തിൽപ്പെട്ടവരാണ് ലഹളക്ക് നേതൃത്വം നൽകിയത്. കുമ്പാര അല്ല, കുറുമ്പരാണ് കേട്ടോ. കുറിച്യരും കുറുമ്പരുമാണ് കുറിച്യ ലഹളക്ക് നേതൃത്വം നൽകിയത്. അടുത്ത ക്വസ്റ്റ്യൻ, 2024 ബ്രിക്സ് സമ്മേളനം നടന്നതെവിടെ? ആൻസർ ഓപ്ഷൻ എ റഷ്യ.